ഹലോ എവരിവൺ, വെൽക്കം ടു SC Forge. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് പഠിക്കണം എന്നുള്ളത്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കുന്നതിന് മുന്നേയും നമുക്ക് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്. അതായത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വഴി കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു എ കമ്പ്യൂട്ടർ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻസ് എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് ടെൽ ദി കമ്പ്യൂട്ടർ വാട്ട് ടു ഡു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് ഒരു ഗിവൺ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഹ്യൂമൻ ലാംഗ്വേജസ് മനസ്സിലാക്കാൻ പറ്റില്ല. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0s and 1s കോഡ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന, അതായത് ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ബൈനറി ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്താലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ റീഡബിൾ കോഡിലോട്ട് മാറ്റുന്നുണ്ട്, കമ്പൈലർ ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പം ഇപ്പോൾ ജസ്റ്റ് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് കമ്പൈലർ എന്നുള്ളതും എന്താണ് ഇൻ്റർപ്രിറ്റർ എന്നുള്ളതും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കമ്പൈലർ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിന് വേണ്ടി നമ്മൾ ലോജിക്കും കോഡ്സും യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എക്സാമ്പിൾ വെച്ചിട്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാസ്ക് നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ടാസ്ക്കാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന കേസിൽ എക്സാമ്പിളായിട്ട് നമുക്കൊരു അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ളത് നമ്മളെ ടാസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ലോജിക്ക് എന്തായിരിക്കും, നമ്മുടെ ആ ഒരു പ്ലാന്. നമ്മൾ എന്ത് പ്ലാൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പ്ലാനാണ് ലോജിക്ക് എന്ന് പറയുന്നത്. ദെൻ കോഡ്, നമ്മൾ ഈ പ്ലാനിനെ കോഡ് ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് നമ്മളിവിടെ പ്രോബ്ലം P എന്ന് പറയുന്നത് നമ്മളെ ടാസ്ക്കാണ്. അതായത് ആഡ് 2 നമ്പേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം ഈ ഫസ്റ്റ് സെൻറ്റൻസ് ക്ലിയർ ആണല്ലോ. പ്രോബ്ലം ടാസ്ക് ആഡ് 2 നമ്പേഴ്സ്. നെക്സ്റ്റ് നമ്മളെ ലോജിക്ക്, അതായത് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 നമ്പർ വേണം, N1 N2, ദെൻ അതിനെ ആഡ് ചെയ്യണം. ഇതാണല്ലോ നമ്മളെ പ്ലാന്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ലോജിക്ക് എന്ന് പറഞ്ഞാൽ പ്ലാന് എന്ന് പറഞ്ഞാൽ നമുക്ക് N1 N2 എന്നിട്ട് നമ്പർ വേണം, ദെൻ അതിനെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ കോഡ്, നമ്മളെ പ്ലാനിനെ കോഡിലോട്ട് മാറ്റുക. അതായത് സം ഈക്വൽ ടു N1 + N2, N1ഉം N2ഉം ആഡ് ചെയ്യുക, സമ്മ് കാണുക. ഇതാണ് നമ്മുടെ കോഡ്. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്ന്. നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ വേ ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു എ കമ്പ്യൂട്ടർ യൂസിങ് സ്പെഷ്യൽ വേർഡ്സ് ആൻഡ് റൂൾസ്. അതായത് കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് അതിനു വേണ്ടി നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പം നമ്മൾ അതിൽ സ്പെഷ്യൽ വേർഡ്സും റൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓൾറെഡി C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചവർക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, പ്രിൻ്റ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇതുപോലുള്ള സ്പെഷ്യൽ കീവേഡ്സും വേർഡ്സും റൂൾസും എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട്. ഇതാണ് മെയിനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസ്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അതിൻ്റേതായ ഡിഫറെൻറ്റ് പേർപ്പസസ് ഉണ്ട്.
ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ മെയിനായിട്ടും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈത്തൺ നമ്മൾ എഐക്ക് വേണ്ടിയിട്ട് മിനി ഫീൽഡ്സിൽ നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഈസി പ്രോഗ്രാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സി ഓർ C++. C++ എല്ലാം നമ്മൾ സ്മോൾ ഡിവൈസസിനും ഹാർഡ്വെയറിനും മൈക്രോ കൺട്രോളേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്ത ടേംസ് എല്ലാം എന്താണെന്നുള്ളത് നമ്മൾ ഒരു ലാംഗ്വേജ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് സീനെ ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്നും പറയുന്നത്. ഒരു കാര്യം നോട്ട് ചെയ്യണം, ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മാത്രമല്ല ഇനിയുമുണ്ട്. ഇത് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കുറച്ച് ലാംഗ്വേജസ് പറഞ്ഞെന്ന് മാത്രം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് വി യൂസ് ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ ഡിഫറെൻറ്റ് വർക്ക് അല്ലേ. അതായത് നൈഫ് ഫോർ കട്ടിങ്, സ്പൂൺ ഫോർ ഫീഡിങ്. അതേപോലെ വി യൂസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു. സോ ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് നമ്മൾ C പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് SC Forge. See you in next video.